ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 3 സ്പർ ഗിയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചതല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് ഗിയേഴ്സ് ഒരുപാടുണ്ട്. അതിൽ ഒരു ടോപ്പിക്കാണ് സ്പർ ഗിയർ. അതാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചത്. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഗിയറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് മൊഡ്യൂൾ 4ൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്പ് ഓഫ് ഗിയേഴ്സ് ഉണ്ട്. ഹെലിക്കൽ ഗിയർ, ബെവൽ ഗിയർ, വോം ഗിയർ എന്നൊക്കെ പറഞ്ഞ് 2 ടൈപ്പ് ഗിയർ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഹെലിക്കൽ ഗിയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹെലിക്കൽ ഗിയർ ആ ഒരു ഗിയറിൻ്റെ ടൂത്തിനനുസരിച്ചാണ് ആ ഒരു പേര് വന്നത്. അതായത് ആ ടൂത്തിൻ്റെ ഒരു ടൂത്തിന് ഒരു എപ്പോഴും, അല്ലെങ്കിൽ ആ ടീത്തിന് എപ്പോഴും ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ആ ഇൻക്ലിനേഷൻ വെച്ചാണ് നമ്മൾ ഈ ഒരു പേര് വന്നത്, ഹെലിക്കൽ ഗിയർ എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ഹെലിക്കൽ ഗിയറിൻ്റെ ഒരു പ്രൊജക്ഷൻ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ഹെലിക്കൽ ഗിയർ, അതിൻ്റെ ഒരു സെഷനാണ് ഇത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ദാണ്ട് ഈ ഇൻക്ലൈൻഡ് ആയിട്ട് കാണുന്ന പോർഷൻസിനെയാണ് അതിൻ്റെ ടീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെലിക്കൽ ഗിയർ എങ്കിൽ ഈ ഇൻക്ലൈനായിട്ട് വരച്ചേക്കുന്ന ലൈൻസ് എന്താണ്? അതിൻ്റെ ടീത്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഷാഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് ഷാഫ്റ്റിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഷാഫ്റ്റ് ആക്സിസിനകത്ത് ഒരു ഗിയർ വെച്ചേക്കുവാണ് ശരിക്കും. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നോമൻക്ലേച്ചറിൽ 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയും. ഓക്കെ, ഹെലിക്സ് ആംഗിൾ അല്ലെങ്കിൽ ബീറ്റ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദി ആക്സിസ് ഓഫ് ഷാഫ്റ്റ് ആൻഡ് സെൻറ്റർ ലൈൻ ഓഫ് ടീത്ത്. അതായത് ടീത്തിൻ്റെ സെൻറ്റർ ലൈനും ഷാഫ്റ്റിൻ്റെ ആക്സിസും തമ്മിലുള്ള ആംഗിളാണ് ബീറ്റ എന്ന് പറയുന്നത്. അതായത് ഷാഫ്റ്റിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് എന്നുണ്ടെങ്കിൽ അതാണ്ട് ഈ ടീത്തിൽ നിന്ന് വരുന്നതാണ്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ 2 ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? ഹെലിക്സ് ആംഗിൾ അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടേമാണ് പഠിക്കാനുള്ളൂ. ട്രാൻസ്വേഴ്സ് പിച്ച് അല്ലെങ്കിൽ ഡയമട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ, ക്യാപിറ്റൽ ടി എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്വേഴ്സ് പിച്ച്, ഡയമെട്രിക്കൽ പ്ലെയിൻ ഓർ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയും. അതായത് ഈ ഒരു സെഷനെ നമ്മൾ 2 പ്ലെയിനായിട്ട് കട്ട് ചെയ്യുന്നു വെച്ചു. ഓക്കെ, 2 പ്ലെയിനിൽ നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ അല്ലെങ്കിൽ ഡയമെട്രിക് പ്ലെയിൻ എന്ന് പറയുന്നത്, ഡയമെട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഷാഫ്റ്റ് ആക്സിസ് എന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇതാണ്ട് ഈ ഒരു വ്യൂവിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ നമ്മൾ അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഈ പറയുന്ന ട്രാൻസ്വേഴ്സ് പിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ആ പ്ലെയിനെയാണ് ഡയമെട്രൽ പ്ലെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സെഷനാണ് ദാണ്ട് ഈ കാണിച്ചേക്കുന്നത്. കട്ട് ചെയ്ത ഒരു സെഷണൽ വ്യൂ ആണ് ദാണ്ട് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രഷർ ആംഗിളിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് പ്രഷർ ആംഗിൾ എന്ന് പറയും. അവിടുത്തെ പിച്ചിന്, അതായത് അടുത്തടുത്ത 2 ഒരേ പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയുന്നു? അതിൻ്റെ പിച്ച് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സർക്കുലർ പിച്ച് എന്ന് പറയുന്നു. അവിടുത്തെ മൊഡ്യൂളിനെ നമ്മൾ എം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ പ്ലെയിനിലെ എല്ലാ കാര്യവും ട്രാൻസ്വേഴ്സ് ആണ്. അതായത് ട്രാൻസ്വേഴ്സ് പ്രഷർ ആംഗിൾ അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് പിച്ചുമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ സെഷനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം അതാണ്ട് ഈ ടീത്ത് കണ്ടോ, ഈ ടീത്തിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു വെച്ചോ. ഓക്കെ, ആ ടീത്തിന് പെർപെൻഡിക്കുലറായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് നോർമൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്ത ഒരു സെഷണൽ വ്യൂ ആണ് ദാണ്ട് ഈ ഒരു കാണിച്ചേക്കുന്നത്. കണ്ടോ, ഈ ഒരു സെഷണൽ വ്യൂ ആണ് കാണിച്ചേക്കുന്നത്. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ പിച്ചിനെ നമ്മൾ നോർമൽ പിച്ച് എന്ന് പറയും. അതേപോലെ തന്നെ ആ പ്ലെയിനെ നമ്മൾ നോർമൽ പ്ലെയിൻ എന്ന് പറയും. അതേപോലെ അവിടുത്തെ ആംഗിളിനെ നമ്മൾ എന്ത് പറയും? നോർമൽ പ്രഷർ ആംഗിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ഈ ഒരു ഹെലിക്കൽ ഗിയറിനെ പറ്റി അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒരു നോമൻക്ലേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാർക്കിനെ ചോദിക്കത്തുള്ളൂ. ചോദിച്ചു കഴിഞ്ഞാൽ വരച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും എഴുതുക. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ഒരു ഇൻക്ലിനേഷൻ കണ്ടല്ലേ, ഈ ഒരു ഇൻക്ലിനേഷൻ 2 രീതിയിൽ വരാം. ഓക്കെ, അതായത് ലെഫ്റ്റ് ഹെലിക്സും വരാം, അതേപോലെ തന്നെ റൈറ്റ് ഹെലിക്സും വരാം. ഓക്കെ, 2 രീതിയിലുള്ള അവിടെ ഒരു ഇൻക്ലിനേഷൻ നമുക്ക് വരാം. റൈറ്റ് ഹാൻഡ് ഹെലിക്സ് എന്നും ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്സ് എന്നും 2ആയിട്ടാണ് പറയുന്നത്. അതായത് ശരിക്കും നമ്മൾ ആ ഗിയറിനെ നമ്മൾ ഒരു ലെഫ്റ്റ് കൈ കൊണ്ട് നമ്മൾ പിടിക്കുവാണെങ്കിൽ, വൗണ്ട് ചെയ്ത് പിടിക്കുവാണെങ്കിൽ ആ ഗിയറിൻ്റെ ടീത്ത് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ തമ്പിനും ഒരേ രീതിയിൽ വരുവാണെങ്കിൽ നമുക്കതിനെ ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്സ് എന്ന് പറയാം. അതല്ല, ടീത്ത് നമ്മൾ വലത് കൈ വെച്ച് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വലത്തെ തമ്പിന് ഏകദേശം പാരലായിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻക്ലിനേഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റൈറ്റ് ഹെലിക്സ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഹെലിക്സ് എന്നും
നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത്, ഹെലിക്കൽ ഗിയറിൻ്റെ കേസിലൊരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് 2 ഗിയേഴ്സ് ചേരുന്നതായിരിക്കുമല്ലോ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം എന്താണ് പിനിയനും അതേപോലെ തന്നെ മറ്റേതെന്താണ് ഗിയറും ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒന്ന് റൈറ്റ് ഹാൻഡ് ഹെലിക്സും അതേപോലെ ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്സും ആയിരിക്കും. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അതേപോലെ നമുക്കിവിടെ അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേറ്റീവ് ഓർ ഈക്വലൻ്റ് നമ്പർ ഓഫ് ടീത്ത് ഫോർ ഹെലിക്കൽ ഗിയർ എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ സ്പർ ഗിയറിൻ്റെ കേസിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്പർ ഗിയറിൻ്റെ മാത്രമായിട്ടുള്ള കേസുകൾ നമ്മൾ എടുത്തേക്കുന്നത്, അതായത് അതിൻ്റെ ഡയമെൻഷൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഹെലിക്കൽ ഗിയറിൻ്റെ കേസുകളിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മളിതിൽ ഇക്വലൻറ്റ് സ്പർ ഗിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇക്വലൻറ്റ് സ്പർ ഗിയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലെയിൻ വെച്ച് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മളൊരു പിച്ച് സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യുക. അത് കൺസിഡർ ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു എലിപ്സ് ഷേപ്പ് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ വെച്ച് നമ്മളൊരു സർക്കിളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ഇക്വലൻ്റ് സ്പർ ഗിയർ, അതിൻ്റെ പിച്ച് ഡയമീറ്റർ എന്ന് പറയും. അപ്പോൾ അത് കൂടുതൽ അതിലോട്ട് പോകണ്ട, നമ്മളതിലോട്ട് പോകുന്നില്ല. ജസ്റ്റ് അങ്ങനെ ഒരു ഇക്വേഷൻ മാത്രമുണ്ട്. ഇസഡ് ഇ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. ഇസഡ് ഇ ഈസ് ഈക്വൽ ടു ഇസഡ് ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് ഇൻറ്റു ബീറ്റ. ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, തൽക്കാലം നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെലിക്കൽ ഗിയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇസഡ് ഇ എന്ന് പറയും. ഓക്കെ, അവിടെ ലെറ്റർ നോക്കിക്കോണം, ഇസഡ് ഇ. മറ്റേടത്ത് സ്പർ ഗിയറിൻ്റെ കേസിൽ നമ്മൾ ഇസഡ് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ടീത്ത് പഠിച്ചത്. ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഇസഡ് ഇ. അപ്പോൾ പിനിയൻ്റെ കേസിൽ ഇസഡ് ഇ 1ഉം ഗിയറിൻ്റെ കേസിൽ എന്തായിട്ട് വരും നമ്പർ ഓഫ് ടീത്ത്? ഇസഡ് ഇ 2 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ പറയുന്നൊരു പേരുണ്ട്, വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഈക്വലൻ്റ് നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഇസഡ് ഇ 1ഉം ഇസഡ് ഇ 2. അത് വലുതായിട്ട് മനസ്സിലായില്ലെങ്കിലും വിട്ടുതരാം, ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡിസൈൻ സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഡിസൈൻ ഓഫ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 മീൻസ് ഡിറ്റർമൈൻ വിച്ച് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഫോർ പിനിയൻ ഇസഡ് ഇ 1 ആൻഡ് ഗിയർ ഇസഡ് ഇ 2. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഡിറ്റർമൈൻ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് പിനിയൻ D1 ആൻഡ് ഗിയർ D2. സ്പർ ഗിയറിൽ നമ്മൾ ചെയ്ത അതേ കാര്യമാണ്. ദെൻ സ്റ്റെപ്പ് 3 കാൽക്കുലേറ്റ് പിച്ച് ലൈൻ വെലോസിറ്റി ആൻഡ് വെലോസിറ്റി ഫാക്ടർ. അപ്പം പിച്ച് ലൈൻ വെലോസിറ്റി നമ്മൾ ഓൾറെഡി സ്പർ ഗിയറിൽ ചെയ്തതാണ്. ഇവിടെ വേറെ എന്തുകൂടെ വേണം? വെലോസിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം കൂടെ വേണം. അപ്പോൾ അതിൽ 2 കണ്ടീഷനുണ്ട്. ഇഫ് ഡയമീറ്റർ ഈസ് നോൺ, അതായത് ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് വി ഓഫ് സി വി, അതായത് തന്നിരിക്കുന്ന പിച്ച് ലൈൻ വെലോസിറ്റിയുടെ അടിസ്ഥാനമാക്കി നമ്മൾ എന്ത് ചെയ്യണം? സി വി കണ്ടുപിടിക്കണം. അതല്ല ഇഫ് ഡയമീറ്റർ ഈസ് നോട്ട് നോൺ, ഡയമീറ്റർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അസ്യൂം സി വി ഈസ് ഈക്വൽ ടു 0.5. തന്നിട്ടില്ല അല്ലെങ്കിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സി വി എന്തായിട്ട് എടുക്കുക? 0.5 ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 4 ഐഡൻറ്റിഫൈ ദ വീക്കർ പാർട്ട്. സെയിം as പെർ ഗിയർ പ്രൊസീജിയറാണ്. പിനിയൻ ആണോ ഗിയർ ആണോ വീക്കർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ രണ്ടും സെയിം മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ പിനിയനെയാണ് നമ്മൾ വീക്കർ പാർട്ടായിട്ട് എടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പറഞ്ഞു സിഗ്മ D1 Y1ഉം അതേപോലെ സിഗ്മ D2 Y2 നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതിൽ ഏത് വാല്യൂ ആണോ കുറവ്, സ്മോൾ വാല്യൂ ഏതാണോ ആ സ്മോൾ വാല്യൂ ആയിരിക്കും അവിടുത്തെ, അല്ലെങ്കിൽ ആ വാല്യൂ കിട്ടുന്ന പോർഷൻ ആയിരിക്കും അവിടുത്തെ വീക്കർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് മെറ്റീരിയൽ സെയിം അല്ല എന്നുണ്ടെങ്കിൽ. ദെൻ സ്റ്റെപ്പ് 5 കാൽക്കുലേറ്റ് നോർമൽ മൊഡ്യൂൾ ആൻഡ് സ്റ്റാൻഡർഡൈസ് ദ മൊഡ്യൂൾ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സാധാരണഗതിയിൽ മൊഡ്യൂളാണ് കണ്ടുപിടിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? നോർമൽ മൊഡ്യൂളാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. MN കണ്ടുപിടിക്കണം, അതിനുശേഷം അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പർ ഗിയറിൻ്റെ പ്രൊസീജിയർ അത്രേ വരുന്നുള്ളതില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം? നോർമൽ മൊഡ്യൂൾ കണ്ടുപിടിച്ചതിന് ശേഷം ചെക്ക് ഫോർ ഫേസ് വിഡ്ത്തും ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഡിസൈൻ്റെ സ്ട്രെസ്സും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, then step 6 calculate dynamic load as same as spur gear procedure. Then step 7 check for endurance. Step 8 check for wear. And step 9 calculate gear tooth load. That means FA അതേപോലെ തന്നെ FR നമുക്ക് കണ്ടുപിടിക്കണം. ആക്സിൽ ആൻഡ് റേഡിയൽ ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ ഈ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ടൈപ്പ് എന്ന് ചോദിച്ചാൽ പ്രോബ്ലം ബേസ്ഡ് ഓൺ നോൺ ഡയമീറ്റർ ആണ്. അതായത് ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉള്ള ടൈപ്പാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ പാർട്ട് ഓഫ് ഹെലിക്കൽ ഗിയർ ആർ ടു ട്രാൻസ്മിറ്റ്
15 kilowatt, that means power തന്നിട്ടുണ്ട്. The teeth are 20 degree stub in diametral or transverse plane and have a helix angle of 45 degree. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹെലിക്സ് ആംഗിൾ ബീറ്റയാണ് 45 ഡിഗ്രി, ആൽഫ 20 ഡിഗ്രി ആണ്. ഏത് പ്ലെയിനിലാണ്? ട്രാൻസ്വേഴ്സ് പ്ലെയിനിലാണ് ആൽഫ തന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഏത് ആംഗിളാണ് തന്നേക്കുന്നത്? ട്രാൻസ്വേഴ്സ് പ്രഷർ ആംഗിളാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ. ദ പിനിയൻ റോൺസ് അറ്റ് 10,000 RPM. പിനിയൻ്റെ സ്പീഡാണ് തന്നേക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു സെഷനെ നമ്മൾ പിനിയനായിട്ടും എടുക്കുന്നു, മറ്റേതിനെ എന്തായിട്ട് എടുക്കുന്നു? ഗിയറായിട്ടും എടുക്കുന്നു. പിനിയനെ സഫിക്സ് 1 കൊണ്ട് സൂചിപ്പിക്കുന്നു, ഗിയറിനെ സഫിക്സ് 2 കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ സ്പാർക്ക് ഗിയറും ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ പിനിയൻ റൺ സെറ്റാണ് തന്നേക്കുന്നത്. ദാറ്റ് മീൻസ് പിനിയൻ്റെ സ്പീഡ് N1 ആണ് തന്നേക്കുന്നത്. ആൻഡ് ഹാസ് 80 mm പിച്ച് ഡയമീറ്റർ. അതേപോലെ പിനിയൻ്റെ പിച്ച് ഡയമീറ്റർ വന്നിട്ടുണ്ട്. എത്രയാണ്? D1 = 80 mm. ദ ഗിയർ ഹാസ് എ പിച്ച് ഡയമീറ്റർ ഓഫ് 320 mm. അപ്പോൾ ഗിയറിൻ്റെ പിച്ച് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് D2 = 320 mm. ഇഫ് ഗിയേഴ്സ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ ഹാവിങ് അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെങ്ത്. അതായത് ഗിയേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗിയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ്. അപ്പോൾ രണ്ട് മെറ്റീരിയലും എന്താണ് ഇവിടെ? സെയിം ആണ്. ആൻഡ് അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെങ്ത് ഓഫ് 100 MPa. അപ്പോൾ രണ്ട് മെറ്റീരിയലിൻ്റെയും സ്റ്റാറ്റിക് സ്ട്രെങ്ത് സിഗ്മ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 100 MPa ആണ്. ഡിറ്റർമൈൻ മൊഡ്യൂൾ ആൻഡ് ഫേസ് വിഡ്ത്ത് ഫ്രം സ്റ്റാറ്റിക് സ്ട്രെങ്ത് കൺസിഡറേഷൻസ് ആൻഡ് ചെക്ക് ദ ഗിയേഴ്സ് ഫോർ വിയർ. അതായത് എന്തൊക്കെ കണ്ടുപിടിക്കണം? മൊഡ്യൂൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, അതേപോലെ തന്നെ ആൻഡ് ചെക്ക് ദ ഗിയേഴ്സ് ഫോർ വിയർ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൾസോ കാൽക്കുലേറ്റ് ഗിയർ ടൂത്ത് ലോഡ്. ഗിയർ ടൂത്ത് ലോഡ് കൂടെ നമ്മളിവിടെ കണ്ടുപിടിക്കണം. സിഗ്മ ES = 618 MPa തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മളെ ഡിസൈൻ പ്രൊസീജിയർ അതേപോലെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോൺ ഡയമീറ്റേഴ്സ്, അതായത് ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മെറ്റീരിയലും തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ടൈപ്പാണ് നോൺ ഡയമീറ്റർ ആണെങ്കിൽ ഫസ്റ്റ് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോയിങ് ആയിട്ട് വരച്ചേക്കും. അതായത് ഒരു പിനിയന്, ഒരു ഗിയർ, ഒരു പിനിയന്, ഒരു ഗിയർ. ഇതിൻ്റെ വേറെ ഒരു സെഷനാണ് അല്ലെങ്കിൽ വ്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഒന്ന് റൈറ്റ് ഹാൻഡ് ഹെലിക്സ് ആയിരിക്കാം, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്സ് ആക്കുക. അത് എങ്ങനെയാണെന്നൊന്നുമില്ല, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് അതിൽ കൂടുതൽ നമ്മൾ നോക്കിയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു വ്യൂ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു സെപ്പറേഷൻ നമ്മൾ എടുത്ത് എഴുതിയേക്കുക. അതായത് പിനിയൻ്റെ കേസ്, ഗിയറിൻ്റെ കേസ്, നമ്പർ ഓഫ് ടീത്ത് ഓഫ് പിനിയന് Z1 എന്ന് കൊടുത്തു, ഗിയറിന് Z2 എന്ന് കൊടുത്തു, പിച്ച് സർക്കിൾ ഡയമീറ്ററിന് D1 എന്ന് കൊടുത്തു, ഗിയറിന് D2 കൊടുത്തു, സ്പീഡ് N1 തന്നിട്ടുണ്ട് 10,000 കൊടുത്തു, N2 ഇല്ല, മെറ്റീരിയൽ തന്നിട്ടുണ്ട് കാസ്റ്റ് സ്റ്റീലാണ് രണ്ടിടത്തും, അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെങ്ത് തന്നിട്ടുണ്ട് സിഗ്മ D1 സിഗ്മ D2 എത്രയാണ്? 100 MPa ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ബാക്കി തന്നേക്കുന്നതും കൂടെ നമ്മൾ എടുത്ത് എഴുതിയേക്കുവാണ്. പവർ തന്നിട്ടുണ്ട് ഇല്ലേ? 10 kW പവർ തന്നിട്ടുണ്ട്. ദെൻ ഡയമീറ്റർ ഓൾ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ പ്രഷർ ആംഗിൾ ആൽഫ തന്നിട്ടുണ്ട്, 20 ഡിഗ്രി സ്റ്റബ് ടീത്ത് സിസ്റ്റം തന്നിട്ടുണ്ട്, ഹെലിക്സ് ആംഗിൾ ബീറ്റ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. ഇനി ഹെലിക്സ് ആംഗിൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ബീറ്റ = 30 ഡിഗ്രി. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീറ്റ 30 ഡിഗ്രി ആയിട്ട് അസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ എൻഡുറൻസ് ലിമിറ്റ് തന്നിട്ടുണ്ട് സിഗ്മ ES 618 MPa തന്നിട്ടുണ്ട്. അതേപോലെ ഗിയർ റേഷ്യോ അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ പേജ് നമ്പർ 206 ഇക്വേഷൻ 12.9b. അത് സംഭവം നമ്മൾ സ്പാർക്ക് ഗിയറിൽ എഴുതിയ അതേ ഇക്വേഷനാണ്. I = N1/N2 which is equal to Z2/Z1 which is equal to D2/D1. ഓക്കെ. സോ I = D2/D1 നമ്മൾ എടുത്തു. D2 320 ഉണ്ട്, D1 80 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ I = എത്ര കിട്ടും? അല്ലെങ്കിൽ ഗിയർ റേഷ്യോ = 4 നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇത്ര നമ്മൾ ഗിവൺ ഡേറ്റയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ സ്റ്റെപ്പ് 1 പോകുന്നു അല്ലേ? എന്താണ് സ്റ്റെപ്പ് 1? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ZE1 ZE2 ആയിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം അതെടുത്ത് എഴുതി. അതായത് നമ്മളെ പ്രൊസീജിയറിൽ സ്റ്റെപ്പ് 2 നമ്മൾ സ്റ്റെപ്പ് 1 ആയിട്ട് എഴുതി. കാരണം D1 D2 നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ ഡേറ്റയാണ്. അപ്പം ഫോർ പിനിയൻ D1 എത്രയാണ്? 80 mm ആൻഡ് D2 എത്രയാണ്? ഗിയർ 320 mm. തന്നിരിക്കുന്ന ഡേറ്റാസ് അതേപോലെ എഴുതി. ഓക്കെ. ദെൻ സ്റ്റെപ്പ് 2 അല്ലേ? സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ എന്താണ്? കാൽക്കുലേറ്റ് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഫോർ പിനിയൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ZE1 അതേപോലെ തന്നെ ZE2. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ പേജ് നമ്പർ 230 ടേബിൾ 12.4b എടുക്കുക. ഓക്കെ. പേജ് നമ്പർ 230. സോ പേജ് നമ്പർ 230 എടുത്തു കഴിഞ്ഞാൽ അതിൽ 12.4b അല്ലേ? 12.4b ഉണ്ട്. ഈ 12.4bയിൽ നമ്മൾ നോക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇൻ്റർചേഞ്ചബിൾ ടൂത്ത് സിസ്റ്റം എന്ന് പറഞ്ഞ് 2 സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളവിടെ അത് നോക്കുക. 14.5 ഡിഗ്രി ഫുൾ ഡെപ്ത് ഉണ്ട്, 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഉണ്ട്, 20 ഡിഗ്രി സ്റ്റബ് ടൂത്ത് ഇൻവലൂട്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ സ്മാളസ്റ്റ് നമ്പർ ഓഫ് ടീത്ത് ഇൻ ഈക്വൽ പിനിയനാണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 20 ഡിഗ്രി സ്റ്റബ് ടൂത്ത് ഇൻവല്യൂട്ട് സിസ്റ്റമാണ് അല്ലെങ്കിൽ സ്റ്റബ് ടൂത്ത് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. അവിടെ കൊടുത്തേക്കുന്നത് മിനിമം 12 ആണ്. അതേപോലെ 20 ഡിഗ്രി ഫുൾ ഡെപ്തിലും മിനിമം 12 ആണ്. 14.5 എന്താണ് 20 ഡിഗ്രിയാണ് മിനിമം. അപ്പോൾ നമ്മളിവിടെ മിക്കവാറും നമ്മൾ അസ്യൂം ചെയ്യുന്നത്, നമ്മൾ ഇത് നോക്കാറില്ല, നമ്മളിവിടെ 20 ടീത്ത് എന്നുള്ളത് നമ്മളങ്ങ് അസ്യൂം ചെയ്യത്തേ ഉള്ളൂ. അതായത് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, Z1 പിനിയൻ്റെ കേസിൽ Z1 പിനിയൻ ആയതുകൊണ്ട് Z1 എടുത്തത് അതിൻ്റെ മിനിമം ടീത്ത് എത്രയായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, 20 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ 20 ഡിഗ്രി സ്റ്റബ് ടൂത്ത് ഇൻവല്യൂട്ട് സിസ്റ്റം മിനിമം നമ്പർ ആവേണ്ടത് 12 ആണ്. പക്ഷേ നോട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഫോർ എനി ടൂത്ത് സിസ്റ്റം ഇഫ് നമ്പർ ഓഫ് ടീത്ത് ഈസ് നോട്ട് ഗിവൺ, തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെടുക്കുക, ടേക്ക് മിനിമം നമ്പർ ഓഫ് ടീത്ത് ഈസ് 20 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗിയറിൻ്റെ കേസിൽ നമ്മൾ എന്തായിട്ട് എടുക്കുക, മിനിമം നമ്പർ ഓഫ് ടീത്ത് ഫോർ പിനിയൻ, ദാറ്റ് മീൻസ് Z1 ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി ബ്രാക്കറ്റിൽ എഴുതിക്കുക, അസ്യൂംഡ്. ഓക്കെ, നമുക്കറിയാം ഗിയർ റേഷ്യോ I ഈസ് ഈക്വൽ ടു Z2 ബൈ Z1 ആണല്ലേ. അങ്ങനെ Z2 ഈസ് ഈക്വൽ ടു എന്താണ്, I ഇൻറ്റു Z1 എന്ന് വരും. ഓക്കെ, I നമുക്കറിയാം, Z1 നമുക്കറിയാം, അങ്ങനെ Z2 ഈസ് ഈക്വൽ ടു എത്ര വരും, 80 എന്ന് വരും. അപ്പം ഗിയറിന് Z2 ഈസ് ഈക്വൽ ടു 80 എന്ന് വന്ന് Z1 നമ്മൾ എത്ര ആയിട്ട് അസ്യൂം ചെയ്തേ, 20 ഡിഗ്രി അല്ല 20 ടീത്ത് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടുന്ന ഏതാണോ, അല്ല, നമുക്ക് വേണ്ടുന്ന എന്താണ്, വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഇൻ ഇക്വലൻറ്റ് സ്പെർ ഗിയർ. ഇക്വലൻറ്റ് സ്പെർ ഗിയറിന് ഇതിൻ്റെ വിർച്വൽ നമ്പർ ഓഫ് ടീത്താണ് നമുക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് ZE ആണ് വേണ്ടത്. ZE കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ തുടക്കത്തിൽ തന്നെ ഒരു ഡെഫിനിഷനിൽ ഇക്വേഷൻ പറഞ്ഞിരുന്നു. ZE കണ്ടുപിടിക്കാനായിട്ട് Z ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് ബീറ്റ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 211 കിടപ്പുണ്ട്. ഓക്കെ, പേജ് നമ്പർ 211 ഇക്വേഷൻ എത്രയാണ്, ഇക്വേഷൻ 12.22a, ഇക്വേഷൻ 12.22a എന്നാണ്ടേ ഇവിടെ കിടപ്പുണ്ട്. ZE ഈസ് ഈക്വൽ ടു Z ബൈ കോസ് ക്യൂബ് ബീറ്റ എന്നൊരു ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ പിനിയൻ്റെ കേസാകുമ്പോൾ നമ്മൾ 1 കൊടുക്കുക, ഗിയറിൻ്റെ കേസാകുമ്പോൾ 2 കൊടുക്കുക. Z1 നമുക്കറിയാം 20, Z2 നമുക്കറിയാം 80. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ZE1 ഈസ് ഈക്വൽ ടു 57 കിട്ടും, ZE2 ഈസ് ഈക്വൽ ടു 227 എന്നും കിട്ടും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലേ. അതായത് ZE1 നമ്മൾ കണ്ടുപിടിച്ചു, വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ കണ്ടുപിടിച്ചു ഫോർ പിനിയൻ ആൻഡ് ഗിയർ. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് പിച്ച് ലൈൻ വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പ് നമ്മൾ സ്പെർ ഗിയറിൻ്റെ സ്റ്റെപ്പ് തന്നെ, പക്ഷേ അഡീഷണൽ ആയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് പ്രൊസീജിയറിൽ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഡിസൈൻ പ്രൊസീജിയറിൽ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. എന്താണ്, ഡയമീറ്റർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, CV പിച്ച് ലൈൻ വെലോസിറ്റിയുടെ വാല്യൂ എടുക്കുക, CV എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡയമീറ്റർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ CV ഈസ് ഈക്വൽ ടു 0.5 ആയിട്ട് അസ്യൂം ചെയ്യുക. ഇവിടെ ഹിയർ ഡയമീറ്റർ ഇസ് നോൺ ആണ്, ഡയമീറ്റർ നമുക്ക് അറിയാം അല്ലേ. സോ പിച്ച് ലൈൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ πd1 n1 by 60 × 1000 നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ കേസ് എടുക്കുന്നത്, കാരണം സ്പീഡ് നമുക്ക് തന്നേക്കുന്ന ഒന്നാമത്തെ കേസിൻ്റെയാണ്. ഓക്കെ, അപ്പം π × 80 × 10,000 ഡിവൈഡ് ബൈ 60 × 1000, അപ്പോൾ എത്ര കിട്ടും, 41.88 m/s എന്ന് കിട്ടും. എന്ത്, പിച്ച് ലൈൻ വെലോസിറ്റി എന്ന് പറയും. പിച്ച് ലൈൻ വെലോസിറ്റി 41.8 കിട്ടിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ഫാക്ടർ നമ്മൾ എടുക്കുക. അതെടുക്കാൻ വേണ്ടി പേജ് നമ്പർ 214 എടുക്കുക. ഓക്കെ, അതിൽ ഇക്വേഷൻ 12.25d നോക്കിക്കഴിഞ്ഞാൽ ഫോർ പ്രിസിഷൻ ഗിയേഴ്സ് വിത്ത് V ഗ്രേറ്റർ ദാൻ 20 m/s. അപ്പോൾ നമുക്കറിയാം V നമുക്ക് കിട്ടിയ എത്രയാണ്, 40 സംതിങ് ആണ് അല്ലേ. ഇപ്പം 20ക്ക് എബോവ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ, 5.55 ഡിവൈഡ് ബൈ 5.55 പ്ലസ് റൂട്ട് V എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക, കാരണം V എന്ന് പറയുന്നത് 20ക്ക് മേളിലായതുകൊണ്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. Vയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്കവിടെ CV എത്ര കിട്ടി, 0.46 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. അടുത്ത നമുക്ക് വേണ്ടത് സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ വീക്കർ പാർട്ടാണ്, പിനിയൻ ആണോ ഗിയർ ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിം മെറ്റീരിയലാണ് പിനിയൻ ഗിയർ, അതുകൊണ്ട് പിനിയൻ ആണ് എന്തെന്ന് പറയുന്നത്, വീക്കർ പാർട്ടായിട്ട് എടുക്കുന്നത്. സോ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, പിനിയന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി അഥവാ സെയിം മെറ്റീരിയൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ σd1y1 σd2y2 ഒക്കെ കണ്ടുപിടിച്ച് അതിൽ ഏതാണോ സ്മോളർ വാല്യൂ അതാണ് അവിടുത്തെ വീക്കർ പാർട്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമ്മൾ സ്പെർ ഗിയറിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് നോർമൽ മൊഡ്യൂൾ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് മൊഡ്യൂളാണ്. അവിടെ നോർമൽ മൊഡ്യൂളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്ന മൊഡ്യൂളാണ് സ്പെർ ഗിയറിൻ്റെ കേസിൽ. ഇവിടെ എന്താണ്, നോർമൽ മൊഡ്യൂളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനനുസരിച്ച് നമ്മുടെ ഇക്വേഷനും മാറ്റം വരും. ഓക്കെ, അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ സ്റ്റെപ്പ് 5 നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർമൽ മൊഡ്യൂൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ ലൂയിസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്പെർ ഗിയറിൽ ഉപയോഗിച്ച നോർമൽ
ആണ്. സ്പർ ഗിയറിൽ ഉപയോഗിച്ച മൊഡ്യൂൾ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ലൂയിസ് ഇക്വേഷൻ അല്ല, ഇവിടെ നോർമൽ മൊഡ്യൂൾ കണ്ടുപിടിക്കാനുള്ള ലൂയിസ് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡേറ്റാ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജ് നമ്പർ 200, അതായത് അവിടെയാണ് നമ്മൾ സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഗിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് മൊത്തം സ്പർ ഗിയറിൻ്റെ കേസുകളാണ് അല്ലേ. അത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പേജ് 208, 9, 211 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്പർ ഗിയർ മാറിയിട്ട് അവിടെ എന്തായി, ഹെലിക്കൽ ഗിയേഴ്സായി. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് എടുക്കേണ്ട വാല്യൂസാണ് ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അങ്ങോട്ടുള്ള എല്ലാം എന്തായിരിക്കും, ഹെലിക്കൽ ഗിയർ ആയിരിക്കും. അത് തീർന്നിട്ടായിരിക്കും അടുത്തൊരു ഗിയർ നമുക്ക് വരുന്നത്. അപ്പോൾ ഹെലിക്കൽ ഗിയറിൻ്റെ ഓരോരോ ഫിഗറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെഷൻസ് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ സെഷൻസ്, അതിൻ്റെ ഇക്വേഷൻസ്, അതേപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻസ്, അതിൻ്റെ ഇക്വേഷൻസൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനിയുള്ള പേജുകളിൽ കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് ലൂയിസ് ഇക്വേഷൻ അല്ലേ. ലൂയിസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 204 പേജ് നമ്പർ 204 അല്ല, ലൂയിസ് ഇക്വേഷൻ പേജ് നമ്പർ 214 അല്ലേ. 214 ഇക്വേഷൻ 12.24b എടുക്കുക. ഓക്കെ, പേജ് നമ്പർ 12.24b എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ലൂയിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. എന്താണ്, mn = അല്ലെങ്കിൽ നോർമൽ മൊഡ്യൂൾ = ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുക. 1/2 റേസ് ചെയ്യുന്നുണ്ട്, നമ്മൾ റൂട്ട് എടുക്കുന്നു. √(FT)CW /σd CV KY. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ നമ്മളിത് mn കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഓരോ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് σd ടേബിൾ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേബിളിൽ നിന്ന് എടുക്കുക. CW വിയർ ആൻഡ് ലൂബ്രിക്കേഷൻ ഫാക്ടർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേബിളിൽ നിന്ന് എടുക്കുക. Y ഫോം ഫാക്ടർ which is equal to π/y. K എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവർ തന്നെ തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ, ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ നോർമൽ മൊഡ്യൂൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ ആ വാല്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇക്വേഷൻ്റെ 1 കൊടുക്കുന്നു. ഓക്കെ, ഇക്വേഷൻ 1. ഇനി ഈ സ്റ്റെപ്പ് 5 നമ്മൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ABCD എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ് FT ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് പേജ് നമ്പർ 205 ഇക്വേഷൻ 12.27a, അതായത് നമ്മൾ സ്പർ ഗിയറിൻ്റെ കേസിൽ പഠിച്ച അതേ ഇക്വേഷനാണ്. FT = 1000 × P/CS/V. ഓക്കെ, അവിടെ നമുക്ക് വേണ്ടത് പവർ തന്നിട്ടുണ്ട്, V നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സർവീസ് ഫാക്ടറാണ് അല്ലേ. അപ്പം അസ്യൂം സർവീസ് ഫാക്ടർ CS = 1. അത് പേജ് നമ്പർ 235 ടേബിൾ 12.8 സ്റ്റഡി ലോഡ് 8 to 10 hours ഡേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കേണ്ടുന്ന കാര്യമില്ല, അത് നമുക്ക് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക സർവീസ് ഫാക്ടർ CS = 1. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ടേബിൾ നോക്കണ്ട, ടേബിൾ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് FT = നമുക്ക് 358 Newton കിട്ടും. സോ ഒന്നാമത്തെ വാല്യൂ കിട്ടി ഇക്വേഷനിൽ. ഇനി ആ ഇക്വേഷനിൽ അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ വിയർ ആൻഡ് ലൂബ്രിക്കേഷൻ ഫാക്ടറാണ്. ഓക്കെ, വിയർ ആൻഡ് ലൂബ്രിക്കേഷൻ ഫാക്ടർ പേജ് 241 കിടപ്പുണ്ട്. പേജ് 241 എടുക്കണം. ഓക്കെ, ഡേറ്റാ ബുക്കിൽ പേജ് 241 എടുത്തു കഴിഞ്ഞാൽ അതിൽ ടേബിൾ 12.2 അല്ലേ, 12.21 ടേബിൾ 12.21 എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു കോളം കാണാം അല്ലേ. അതിൽ ഇങ്ങനെ ഒരു കോളം കാണാം. അതിൽ ഫോർ എൻക്ലോസ്ഡ് ഗിയർ കണ്ടിന്യൂസ്ലി ലൂബ്രിക്കേറ്റഡ് വിത്തിട്ട് ഓയിൽ ഓഫ് ദി പ്രോപ്പർ വിസ്കോസിറ്റി ആൻഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഒന്നും നോക്കണ്ട, അതിലെ ഫസ്റ്റ് വാല്യൂ ആണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. CW = എന്താണ്, 1.15 എന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്യും. ബ്രാക്കറ്റിൽ എഴുതിയേക്കുക അസ്യൂംഡ്, കാരണം നമ്മൾ കറക്റ്റായിട്ട് എടുത്തതല്ല, നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ദെൻ മൂന്നാമത്തെന്ന് വെച്ചാൽ അലോവബിൾ സ്റ്റാറ്റിക് സ്ട്രെങ്ത് σd ആണ് നമുക്ക് കാണേണ്ടത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് σd1 = σd2 = 100 MPa തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഗിവൺ വാല്യൂ ആണ്. ഓക്കെ, ദെൻ വെലോസിറ്റി ഫാക്ടർ ഫോർ ഹെലിക്കൽ ഗിയർ. വെലോസിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് 3 കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. CV = 0.46 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ അഞ്ചാമത് വേണ്ടതെന്ന് വെച്ചാൽ വാല്യൂ ഫോർ K ആണ്. K = B/mn ആണ് അല്ലേ. K = B/mn ആണ്. അതും പേജ് നമ്പർ 240 നമ്മളിപ്പം പഠിച്ച ഇക്വേഷൻ്റെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, ആ 240 തന്നെ കൊടുത്തിട്ടുണ്ട്. K = B/mn, വേറെ mn = നോർമൽ മൊഡ്യൂൾ എന്ന് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അത് അതേപോലെ എടുത്ത് എഴുതുക. അതിൽ ഫേസ് വിഡ്ത്ത് B = എന്ത് വരും, അപ്പം ഫേസ് വിഡ്ത്ത് B = 15 mn എന്ന് വരും. കാരണം എന്താണ്, അസ്യൂം എ വാല്യൂ ഫ്രം പേജ് നമ്പർ 213 ഇക്വേഷൻ 12.23f.
അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്താണ് ബി ഈസ് ഈക്വൽ ടു ഫേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഹെലിക്കൽ ഗിയറിൻ്റെ കേസിൽ 12.5 mm മുതൽ 20 mm വരെ ആവാം എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ അങ്ങ് എടുക്കുവാണ്. നമ്മൾ എടുക്കുന്നത് 15 ആണെന്നേ ഉള്ളൂ. അതിൻ്റെ രണ്ടിലെ ഇടയിലുള്ള വാല്യൂ 15 നമ്മൾ എടുക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, കെ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 15 mm എന്ന് വന്നത്. ഓക്കെ, കാരണം നമ്മളിവിടെ ഫേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ് ഇത്രയാണെന്നുള്ളത്. അത് അവിടെ എഴുതി വെച്ചേക്കണം. അസ്യൂം എ വാല്യൂ ഫ്രം പേജ് നമ്പർ 213 നിന്ന് നമ്മൾ അസ്യൂം ചെയ്തതാണെന്ന് എഴുതി വെച്ചേക്കണം. സോ കെ ഈസ് ഈക്വൽ ടു 15 വിച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ എം എൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എഫ്. അതിലടുത്ത് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഫോം ഫാക്ടർ വൈ ആണ് അല്ലേ. ഫോം ഫാക്ടർ വൈ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു സ്മോൾ വൈ ആണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. ഫോർ 20 ഡിഗ്രി ടീത്ത് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റബ് ടീത്ത് ആണ് എന്നുണ്ടെങ്കിൽ, പിനിയൻ വീക്കർ പാർട്ട് ആണ് എന്നുണ്ടെങ്കിൽ വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അത് പേജ് 204 കിടപ്പുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷനാണ്. എന്താണ്ടേ പേജ് 204 ഇക്വേഷൻ 12.5 20 ഡിഗ്രി സ്റ്റബ് ടീത്ത് സിസ്റ്റം ലൂയിസ് ഫോം ഫാക്ടർ വൈ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ 0.175 മൈനസ് 0.95 ഡിവൈഡഡ് ബൈ ഇസഡ് ആണ് നമുക്കവിടെ ഇക്വേഷനിലുള്ളത്. അവിടെ ശ്രദ്ധിച്ചേക്കണം, ഇസഡ് ആണ് നമുക്കവിടെ ഇക്വേഷനിൽ ഉള്ളത്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഹെലിക്കൽ ഗിയറിൻ്റെ കേസിൽ നമ്മൾ ആ ഇസഡിൻ്റെ സ്ഥാനത്ത് അവിടെ എന്ത് എഴുതും, ഇസഡ് E1. നമ്മൾ നേരത്തെ പറഞ്ഞ വിർച്വൽ നമ്പർ ഓഫ് ടീത്താണ്, ടീത്ത് ഓഫ് സ്പർ ഗിയർ ഇസഡ് E1 ആണ് എഴുതുന്നത്. 1 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിനിയൻ്റെ കേസ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിനിയനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ 1 വന്നത്. ഓക്കെ, സോ ഇസഡ് E1ൻ്റെ വാല്യൂ 57 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 0.158 എന്ന് കിട്ടും. y1 0.158 ആണെങ്കിൽ ക്യാപിറ്റൽ വൈ ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 0.158 വരും, which is equal to y is equal to pi into y which is equal to 0.497 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എ തൊട്ട് എഫ് വരെയുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എം എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂസ് എല്ലാം അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എം എൻ ഈസ് ഈക്വൽ ടു 1.09 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എം എൻ കറക്റ്റ് കിട്ടുന്ന വാല്യൂ എടുത്ത് എഴുതാൻ പറ്റത്തില്ല, നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തേ പറ്റും. ഓക്കെ, സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ സ്പർ ഗിയറിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തത് പോലെ തന്നെയാണ്. അപ്പോൾ അതിനൊരു ടേബിളുണ്ട്, നമുക്കറിയാം പേജ് 229 ഒരു ടേബിളുണ്ട്. അതേ ടേബിൾ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്, 1.25 ആണ്. അടുത്ത എത്രയാണ്, 1.5 ആണ്. നമുക്ക് കിട്ടിയ വാല്യൂ എത്ര, 1.09 ആണ് അല്ലേ. അപ്പോൾ 1.09 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഹയർ വാല്യൂ എടുക്കുക, എത്രയാണ്, 1.25. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ എം എൻ എന്ന് പറയുന്നത് എത്രയാണ്, 1.25. ഓക്കെ, ഇനി അതിൽ തന്നെ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സെയിം പ്രൊസീജിയർ. എന്തൊക്കെയാണ്, ചെക്ക് ഫോർ ഫസ്റ്റ് ഫേസ് വിഡ്ത്തും അതേപോലെ തന്നെ ചെക്ക് ഫോർ ഡിസൈൻ സ്ട്രെസ്സും രണ്ടും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് വിഡ്ത്ത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയേക്കുന്ന എം എൻ എത്രയാണ്, 1.25. ഓക്കെ, ആ എം എന്നിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമുക്ക് തന്നേക്കുന്ന എം എൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന എം എൻ 1.25 mm വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ടീത്ത് ആൻഡ് പിച്ച് സർക്കിൾ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഫോർ ബോത്ത് പിനിയൻ ആൻഡ് ഗിയർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, പേജ് നമ്പർ 211 ഇക്വേഷൻ 12.8 DA 211 എടുക്കുക. 211 ഇക്വേഷൻ 12.22A അല്ല 12.A D അല്ലേ, 12.A അല്ല, സോറി 12.9 D ആണ് കേട്ടോ. 12.9 DA 12.9 D അല്ലല്ലോ, 12.19 D ആണ് കേട്ടോ. ഇസഡ് ഈസ് ഈക്വൽ ടു ഡി കോസ് ബീറ്റ ബൈ എം എൻ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇസഡ് 12.19 ആണ് കേട്ടോ, 12.19 D ആണ്. അപ്പോൾ അതിൽ നമുക്ക് പിനിയൻ്റെ കേസാകുമ്പോൾ ഇസഡ് 1 ആയി, ദാറ്റ് മീൻസ് D1 കോസ് ബീറ്റ ബൈ എം എൻ. അതേപോലെ ഗിയറിൻ്റെ കേസാണെങ്കിൽ അത് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, D1 കോസ് ബീറ്റ ബൈ എം എൻ. അതിൽ D1 നമുക്കറിയാം 80, ബീറ്റ അറിയാം 45, എം എൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1.25 വിച്ച് ഇസ് ഈക്വൽ ടു 45.25 എന്ന് കിട്ടും. നമ്പർ ഓഫ് ടീത്ത് ആയതുകൊണ്ട് നമ്മൾ 46 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി Z2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേറെ റിലേഷൻ അറിയാം അല്ലേ, I ഇൻറ്റു Z1 അല്ലെങ്കിൽ Z2 ബൈ Z1 ആണ് I. സോ Z2 എന്ന് വെച്ചാൽ എന്താണ്, I ഇൻറ്റു Z1, I 4 ആണ്. അപ്പോൾ 4 × 46 ഈസ് ഈക്വൽ ടു 184 ടീത്ത് എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്ക് Z1 കിട്ടി, Z2 കിട്ടി. പക്ഷേ നമുക്ക് ശരിക്കും വേണ്ടത് Z1 Z2 ആണോ? അല്ല. നമുക്കവിടെ എന്താണ് നമുക്ക് അല്ലെങ്കിൽ നമുക്കവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്തിനെ പറ്റിയാണ്? വിർച്വൽ നമ്പർ ഓഫ് ടീത്തിനെ പറ്റിയാണ് അല്ലേ? സോ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഫോർ പിനിയൻ ZE1ഉം ZE2ഉം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ഓൾറെഡി നമ്മളിത് കണ്ടുപിടിച്ചല്ലോ എന്നല്ലേ, നമ്മൾ സ്റ്റെപ്പ് 2 തന്നെ നമ്മൾ ZE1ഉം ZE2ഉം കണ്ടുപിടിച്ചല്ലോ എന്ന് പറയും. ശരിയാണ്, നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ നമുക്കിവിടെ അതിന് ശേഷമാണ് നമ്മളിവിടുത്തെ മൊഡ്യൂൾ അല്ലെങ്കിൽ നോർമൽ മൊഡ്യൂൾ നമ്മൾ ഫൈനലൈസ് ചെയ്തത്. 1.25 mm എന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്ത് അതിന് ശേഷമാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കണം? വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ZE1 Z1 ഡിവൈഡഡ് ബൈ cos സ്ക്വയർ ബീറ്റ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 130.10 എന്ന് കിട്ടും. അതേപോലെ ഗിയറിൻ്റെ കേസിലാണെങ്കിൽ ZE2 കണ്ടുപിടിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 520.4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ വെച്ചിട്ട് ഫേസ് വിഡ്ത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചെക്ക് ഫോർ ഫേസ് വിഡ്ത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ വേണ്ടി ഫേസ് വിഡ്ത്ത് B ഈസ് ഈക്വൽ ടു 15 × MN എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ 15 × 1.25 എത്ര കിട്ടും? 19 mm എന്ന് കിട്ടും. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഫേസ് വിഡ്ത്തിൻ്റെ വാല്യൂ എത്രയാണ് എടുക്കുന്നത്? 19 mm ആണ് എടുക്കുന്നത്. ഓക്കെ, സോ മിനിമം ഫേസ് വിഡ്ത്ത് റിക്വേർഡ് ആസ് പെർ AGMA, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്. അത് പേജ് നമ്പർ 213 ഇക്വേഷൻ 12.23B. അതിൽ B മിനിമം ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മിനിമം വാല്യൂ ഈസ് ഈക്വൽ ടു 2.3 പൈ ഇൻറ്റു MN/sin ബീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് മിനിമം ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഇക്വേഷനിൽ പൈയുടെ വാല്യൂ നമുക്കറിയാം, MN-ൻ്റെ വാല്യൂ അറിയാം, ബീറ്റയുടെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? മിനിമം ഫേസ് വിഡ്ത്ത് 6.38 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്തിനാണ് ഈ മിനിമം ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഫേസ് വിഡ്ത്ത് നമുക്ക് കിട്ടിയതും മിനിമം ആയിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഫേസ് വിഡ്ത്ത് 19 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കിട്ടിയ B മിനിമത്തെക്കാട്ടിയും കൂടുതലാണ്. ഓക്കെ, അതായത് മിനിമം വാല്യൂയെക്കാട്ടിയും കൂടുതലാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് വാല്യൂ ഓഫ് B എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫേസ് വിഡ്ത്തിൻ്റെ വാല്യൂ എന്ന് ചോദിച്ചാൽ സേഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സിഗ്മ D ചെക്ക് ചെയ്യുക, എന്താണെന്ന് സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് പേജ് 214 ഇക്വേഷൻ 12.24A. പേജ് 214 12.24A. അതിൽ FD ഈസ് ഈക്വൽ ടു സിഗ്മ D CV B by MN ഡിവൈഡഡ് ബൈ CW എന്നൊരു ഇക്വേഷൻ ഉണ്ട്. CW എന്താണ് കൊടുത്തിട്ടുണ്ട്? വിയർ ആൻഡ് ലൂബ്രിക്കേഷൻ ഫാക്ടർ 12.21 നിന്ന് എടുക്കുക. സിഗ്മ D നമുക്കിവിടെ കണ്ടുപിടിക്കണം. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി ഒരു സിഗ്മ D കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതും ഇതും കൂടെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് സിഗ്മ D നമുക്കിവിടെ കണ്ടുപിടിക്കണം. Y ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു Y ആണ് ഫോം ഫാക്ടർ, Kയും എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. സിഗ്മ D നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഉള്ളത് നമ്മൾ എടുത്തെഴുതുക, അല്ലാത്തത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ CWയും CVയും Bയും വാല്യൂസൊക്കെ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കവിടെ പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടത് ലൂയിസ് ഫോം ഫാക്ടർ അല്ലെങ്കിൽ ഫോം ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, ലൂയിസ് ഫോം ഫാക്ടർ അല്ല, ഫോം ഫാക്ടർ ക്യാപിറ്റൽ Y കണ്ടുപിടിക്കണം. ഓൺ ന്യൂ ZE, അതായത് പുതിയ ആ ഒരു വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് അനുസരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫോം ഫാക്ടർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടെ വീക്കർ പാർട്ട് പിനിയൻ ആയതുകൊണ്ട് ഫോം ഫാക്ടർ നമ്മൾ ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? 1 എന്ന് പറയുന്ന കേസിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു 0.175 മൈനസ് 0.95 ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ അവിടെ ഇസഡിന് പകരം എന്തായിട്ട് മാറും? ZE 1 ആയിട്ട് നമ്മൾ എടുക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 0.526 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ ഏതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷനിൽ FT എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ D1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 71.28 എന്ന് കിട്ടും. പക്ഷേ നമുക്ക് ഗിവൺ ഡേറ്റ് എത്രയാണ്? 100 MPa ആണ്. സോ അതിലും കുറവാണ് നമുക്ക് കിട്ടിയത്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഡിസൈൻ D1 ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ദി പെർമിസിബിൾ വാല്യൂ. സോ അസ്യൂംഡ് വാല്യൂസ് ആർ സാറ്റിസ്ഫാക്ടറി ആൻഡ് ഡിസൈൻ ഈസ് സേഫ്. അതായത് നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂസ് എല്ലാം സാറ്റിസ്ഫാക്ടറി ആണ്, അതേപോലെ തന്നെ ഡിസൈന് സേഫും ആണ്. ഇനി തിരിച്ച് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ചെക്ക് 1ഉം 2ഉം നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് സേഫ് അല്ല എന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ MN എന്ന് പറയുന്ന വാല്യൂ നേരത്തെ 1.25 എടുത്തില്ലേ, അവിടെ അതിൻ്റെ അടുത്ത വാല്യൂ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സ്റ്റെപ്പ് 5ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ സേഫ് ആയതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.
അടുത്തത് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഡൈനാമിക് ലോഡ് ഫ്രം ബക്കിംഗ്ഹാംസ് ഇക്വേഷനിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബക്കിംഗ്ഹാംസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ പേജ് നമ്പർ 214 അല്ലേ, പേജ് നമ്പർ 214 ഇക്വേഷൻ എത്രയാണ്? പേജ് നമ്പർ 240 ഇക്വേഷൻ 12.26a എടുത്തു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് FD = FT പ്ലസ് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വലിയൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ K3യുടെ വാല്യൂ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. K3യുടെ വാല്യൂ നിന്ന് 20.67 ഇൻ SI യൂണിറ്റ്. നമ്മൾ SI യൂണിറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അത് തന്നെ എടുത്തു. C ഈസ് ദ ഡൈനാമിക് ഫാക്ടർ ഫ്രം ടേബിൾ 12.12. ടേബിൾ 12.12ൽ നിന്നും ഡൈനാമിക് ഫാക്ടർ സിയുടെ വില നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ അതിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് പേജ് നമ്പർ 236 ആ ഒരു ടേബിൾ എടുക്കുക. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ ഇതാണ് വാല്യൂസ് ഓർ ഡൈനാമിക് ഫാക്ടർ സി എന്ന് പറയുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, കാസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗിവൺ മെറ്റീരിയൽ എന്ന് വെച്ചാൽ സ്റ്റീൽ ആൻഡ് സ്റ്റീലാണ് അല്ലേ, രണ്ടും സ്റ്റീൽ തന്നെയാണ്. ഓക്കെ, രണ്ടും സ്റ്റീൽ തന്നെയാണ്. അതിൽ ടൂത്ത് ഫോം എന്ന് വെച്ചാൽ 14 ഡിഗ്രി 20 ഡിഗ്രി ഒക്കെ ഉണ്ട്. നമ്മുടെ എന്താണ് 20 ഡിഗ്രി സ്റ്റബ്ബാണ്. അപ്പോൾ ഈ 20 ഡിഗ്രി സ്റ്റബിൽ നോക്കിക്കഴിഞ്ഞാൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ കുറേ എറേഴ്സ് ഉണ്ട് അല്ലേ. 0.01 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇതെടുക്കാം, 0.02 ആണെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ ഏതാണ് എറർ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എറർ ഏതാണ് ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് തൊട്ടിപ്പുറത്തെ പേജിൽ ടേബിൾ 12.14 എറർ അവർ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. നോക്കൂ, വെലോസിറ്റി 1 ആണെങ്കിൽ എറർ എത്ര, വെലോസിറ്റി 2 ആണെങ്കിൽ എറർ എത്ര എന്നൊക്കെ. നമ്മുടെ വെലോസിറ്റി എന്ന് വെച്ചാൽ 40 പോയിൻറ്റ് സംതിങ് അല്ലേ, 40 സംതിങ് ആണ്. അപ്പോൾ ഇത് നോക്കുക, വെലോസിറ്റി 1 തൊട്ട് 6 കഴിഞ്ഞ് അടുത്തത് 8, 10, 12, 20, 25, 26 വരെ ഉള്ളു. പക്ഷേ അവർ കൊടുത്തിട്ടുണ്ട് 26ഉം അതിന് മേലോട്ടും ആണെങ്കിൽ എറർ എത്രയാണ്, 0.0125 ആണ്. ഓക്കെ, 127. സോ നമ്മൾ എറർ എന്ന് പറയുന്നത് 0.0127. പക്ഷേ അതും ഇവിടെ ഇല്ല. ഇവിടെ 0.01 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്, 0.02 ആണ്. ഓക്കെ, സോ 0.01ൻ്റെ വാല്യൂ എത്രയാണ്, എറർ 0.01 ആണെങ്കിൽ സിയുടെ വാല്യൂ 118.7 ആണ്. നമ്മൾ അതങ്ങ് എടുത്തെഴുതുക. ഓക്കെ, അത് നമ്മൾ എടുത്തെഴുതുന്ന C = 118. ഇത്രയാണ് 7 അല്ലേ, 118.7 ഫോർ എറർ 0.01. പക്ഷേ നമുക്ക് വേണ്ട എത്രയാണ്, എറർ 0.0127 ആണ്. അപ്പോൾ നമ്മുടെ ഇറ്ററേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് 118.7 ആണ് എറർ 0.01-നെങ്കിൽ 0.0127 എത്രയാണ് സി വാല്യൂ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഇൻറ്റു 0.0127 എന്ന് കൊടുക്കും. കിട്ടുമ്പോഴത്തേക്ക് C = 150.75 Nm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് കിട്ടിയതെല്ലാം കൂടെ നമ്മൾ ഈ FTക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. FTയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 358. K3യുടെ വാല്യൂ നമ്മളിവിടെ SI യൂണിറ്റിൽ 20.67 പ്ലസ് അല്ല. ഓക്കെ, പിന്നെ Vയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ, 41.89. ദെൻ സിയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ്, 150.75. ബിയുടെ വാല്യൂ നമ്മൾ ഫേസ് വിഡ്ത്ത് ഓൾറെഡി കണ്ടുപിടിച്ചു 19. ബീറ്റ നമുക്കറിയാം 45. FT വീണ്ടും അറിയാം 358. കോസ് ബീറ്റ = കോസ് 45. നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ന്യൂട്ടണിൽ കിട്ടും. അതിനെ കിലോ ന്യൂട്ടൺ ആകുമ്പോഴത്തേക്ക് 1.56 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. 1.56 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് 7 പോവുകയാണ് അല്ലേ. സ്റ്റെപ്പ് 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഫോർ എൻഡുറൻസ്, അതായത് എൻഡുറൻസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, ചെക്ക് ചെയ്യുക. ഇപ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 214 ഇക്വേഷൻ 12.26b. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക് സ്ട്രെങ്ത് എന്നാണ് കൊടുത്തേക്കുന്നത്. അത് തന്നെയാണ് എൻഡുറൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ FSന് പകരം നമ്മൾ എന്ത് എഴുതുന്നു, എൻഡുറൻസ് സ്ട്രെങ്ത് ആയതുകൊണ്ട് FEN എഴുതുന്നു. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ സിഗ്മ ഡിക്ക് പകരവും നമ്മൾ സിഗ്മ EN എന്ന് എഴുതുന്നു. ഓക്കെ, അത് ഡേറ്റാ ബുക്കിൽ തിരുത്തണ്ട, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ചെയ്യുമ്പം. ഓക്കെ, അപ്പോൾ എൻഡുറൻസ് സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. അതിൽ സിഗ്മ ENൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേജ് നമ്പർ 238 എടുക്കുക. ഓക്കെ, പേജ് നമ്പർ 238 ടേബിൾ 12.15 സിഗ്മ ENൻ്റെ വാല്യൂ നോക്കുക. ഓക്കെ, സിഗ്മ ENൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ കാസ്റ്റ് സ്റ്റീൽ അല്ലേ, നമുക്ക് സ്റ്റീലാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റീലാണെങ്കിൽ അതിൻ്റെ നേരെയുള്ള എൻഡുറൻസ് വാല്യൂ എത്രയാണ്, സിഗ്മ ENൻ്റെ വാല്യൂ കാസ്റ്റ് സ്റ്റീലല്ല ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, സ്റ്റീലല്ല ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് കാസ്റ്റ് സ്റ്റീലാണ് അല്ലേ. കാസ്റ്റ് സ്റ്റീൽ എന്നല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. നോക്ക്, ക്വസ്റ്റ്യനിൽ
മെറ്റീരിയൽ എന്താണ് തന്നേക്കുന്നത്? മെറ്റീരിയൽ കാസ്റ്റ് സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാസ്റ്റ് സ്റ്റീൽ എടുക്കുക. നേരത്തെ നമ്മൾ മീഡിയം കണ്ടീഷനാണ് എടുത്തത് കൊണ്ട് ഇവിടെ നമ്മൾ മീഡിയം കണ്ടീഷൻ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഇ എൻ ഇസ് ഈക്വൽ എത്ര വരും? 206 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, സോ സിഗ്മ ഇ എൻ്റെ അവിടെ 206 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഫേസ് വിഡ്ത്ത്. വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, എം എൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്ര കിട്ടും? എഫ് ഇ എൻ ഇസ് ഈക്വൽ ടു 2.86 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ കിട്ടിയ ഇ എൻ നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മളെ എഫ് ഡി എ കാട്ടിയും വലുതാണോ ചെറുതാണോ ചെക്ക് ചെയ്യുക. എഫ് ഡി എ കാട്ടിയും വലുതാണ് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിഗ്മ ഇ എൻ എന്ന് പറയുന്ന വാല്യൂ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ആണ് ഏറ്റവും കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്ത് എഴുതാം? ഡിസൈൻ ഈസ് സേഫ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം ആ സിഗ്മ എൻ എങ്ങനെ കണ്ടുപിടിച്ചത്, സിഗ്മ ഇ എൻ എങ്ങനെ കണ്ടുപിടിച്ചതെന്നുള്ളതാണ് ആ ഒരു ടേബിൾ അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 7 കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് 8 ആണ്. സ്റ്റെപ്പ് 8 മീൻസ് ചെക്ക് ഫോർ വെയർ. അതായത് അടുത്ത ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? വെയർ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതും പേജ് നമ്പർ 214 തന്നെ, നമ്മളിപ്പം നേരത്തെ എടുത്ത പേജ് നമ്പറിൽ തന്നെ 12.26 സി എടുക്കുക. ഓക്കെ, അതിൽ എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു D1 ബി ക്യൂ കെ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ബീറ്റ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അവിടെ അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ഇക്വേഷൻ നമ്മൾ അതേപോലെ നമ്മൾ എടുത്തെഴുതുക. ഓക്കെ, ലിമിറ്റിംഗ് ലോഡ് ഫാക്ടർ ഫോർ വി ആർ എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആ ഇക്വേഷൻ എടുത്തെഴുതി. അതിൽ നമുക്കറിയാം D1ൻ്റെ വാല്യൂ 1 വന്നതിൻ്റെ കാര്യം എന്താണ്? 1 വന്ന മീൻസ് പിനിയനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. D1 നമുക്കറിയാം 80 mm വിച്ച് ഈസ് ഓൾറെഡി ഗിവൺ. ദെൻ ഫേസ് വിഡ്ത്ത് ബി തന്നിട്ടുണ്ട് 19, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 19 mm. റേഷ്യോ ഫാക്ടർ, അവിടെ റേഷ്യോ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ അവർ തന്നേക്കുന്നതെന്ന് വെച്ചാൽ 2D2 ഡിവൈഡഡ് ബൈ D2 + 1 എന്നാണ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ 2D2 ഡിവൈഡഡ് ബൈ D2 + D1 എന്നാണ് കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു 1.6. D2ൻ്റെ വാല്യൂവും D1ൻ്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കവിടെ 1.6 എന്ന് കിട്ടും. സോ അവിടുത്തെ കണ്ടുപിടിക്കാൻ ഇനി വേണ്ടതെന്ന് വെച്ചാൽ കെ ആണ് അല്ലേ? കെ എന്താണ്? ലോഡ് സ്ട്രെസ് ഫാക്ടറാണ് കെ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെ അറിയാം? അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ലോഡ് സ്ട്രെസ് ഫാക്ടർ കെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ എസ് സ്ക്വയർ സൈൻ ആൽഫ ഡിവൈഡ് ബൈ 1.40 ഇൻറ്റു 1/E1 + E2 എന്ന് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളാ കൊടുത്തേക്കുന്ന ഇക്വേഷൻ അതേപോലെ എഴുതി. ഇതിൽ സിഗ്മ ഇ എസിൻ്റെ വാല്യൂ നമുക്കുണ്ട് അല്ലേ? സൈൻ ആൽഫ എന്നും ഉണ്ട്, പിന്നെ അതേപോലെ 1/E1 + E2 ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ആൽഫ നമുക്കറിയാം, പക്ഷേ ആൽഫ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണം. പിന്നെന്താ വേണം? E1ഉം E2ഉം കൂടെ നമുക്ക് വേണം. E1 എന്ന് വെച്ചാൽ നമുക്കറിയാം യങ്സ് മോഡുലസ് ആണ് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 473 പേജ് നമ്പർ 473ൽ ഒരു കോളമുണ്ട്. ഓക്കെ, ആ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും വേറെ കുറേ പ്രോപ്പർട്ടീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏത് യൂണിറ്റിലാണ് തന്നേക്കുന്നത്? ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് തന്നേക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്ന മെറ്റീരിയൽ ഏതാണ്? കാസ്റ്റ് സ്റ്റീലാണ്. സോ കാസ്റ്റ് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എത്രയാണെന്ന് നമുക്ക് 207 എന്ന് നമുക്ക് കിട്ടും. എത്രയാണ്? 207 ജിഗാ ന്യൂട്ടൺ ആണ് അല്ലേ? സോ നമ്മൾ എടുത്ത് എഴുതി 207 ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിനെ നമ്മൾ എന്താക്കി മാറ്റി? ന്യൂട്ടൺ പെർ mm സ്ക്വയറിലോട്ട് മാറ്റി. ദാറ്റ് മീൻസ് 2.07 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത പേജിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടേ? ഓരോന്നിൻ്റെ കാൽക്കുലേഷൻസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് എത്രയൊക്കെയാണെന്നുള്ള സിമ്പലും അതിൻ്റെ മൈക്രോയും നാനോയും കിലോയും മെഗായും ജിഗായും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. പേജ് നമ്പർ 480 കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് E1ഉം E2ഉം കിട്ടി. യങ്സ് മോഡുലസ് സെയിം ആണ്, അതുകൊണ്ട് E1ഉം E2ഉം കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിൽ ഒരു വാല്യൂ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ കെ കണ്ടുപിടിക്കാം അല്ലേ? എന്താണ് വേണ്ടത്? ആൽഫ സഫിക്സ് n അല്ലെങ്കിൽ നോർമൽ പ്രഷർ ആംഗിൾ വേണം. അപ്പോൾ നോർമൽ പ്രഷർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പേജ് നമ്പർ 211 ഇക്വേഷൻ 12.22b എടുക്കുക. അപ്പോൾ അതിൽ ഇക്വേഷൻ കിടപ്പുണ്ട് അല്ലേ? അതുകൊണ്ട് പ്രഷർ ആംഗിൾ ആൽഫ എന്നും അതേപോലെ തന്നെ ആൽഫയും തമ്മിലുള്ള റിലേഷൻ കിടപ്പുണ്ട്. ടാൻ ആൽഫ എൻ ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ആൽഫ കോസ് ബീറ്റയാണ് അല്ലേ? 12.22bയിൽ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ എടുത്തെഴുതി കഴിഞ്ഞാൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ? ആൽഫയുടെ സ്ഥാനത്ത് 20 കൊടുക്കുക, ബീറ്റയുടെ സ്ഥാനത്ത് 45 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആൽഫ എൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? 14.43 എന്ന് വരും.
ഓക്കെ, ഇനി സർഫസ് എൻഡ്യൂറൻസ് ലിമിറ്റ് സിഗ്മ ഇ എസ് നമ്മളെ ക്വസ്റ്റ്യനിൽ 618 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് നമ്പർ 239 ടേബിൾ 12.16 നിന്നും കണ്ടുപിടിക്കുക. അപ്പോൾ തന്നിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ അതങ്ങ് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ കെയുടെ വാല്യൂസിനകത്ത് ഈ തന്നേക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ കിട്ടിയേക്കുന്ന വാല്യൂസ് എല്ലാം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? സിഗ്മ ഇ എസ് 618, ആൽഫ എൻ എത്ര കിട്ടി? 14.4. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഡിവൈഡഡ് ബൈ 1.4. ഓക്കെ, 1.4 എന്താ? ഓൾറെഡി അവിടെ ഉള്ള സാധനം തന്നെ. E1ൻ്റെ E2ൻ്റെയും വാല്യൂ നമ്മൾ എടുത്ത് എഴുതിയാണ് 207. അതിനെ നമ്മൾ മാറ്റിയപ്പോൾ എത്ര കിട്ടി? 2.07 × 10⁵ Nm² എന്ന് കിട്ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ലോഡ് സ്ട്രെസ് ഫാക്ടർ K = 0.6474 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇവിടെ K അല്ല. K ഇവിടെ നമ്മൾ വേണ്ടി വന്നതാണ്, അതായത് FW കണ്ടുപിടിക്കാൻ വേണ്ടി K വേണ്ടി വന്നതാണ്. സോ നമുക്കിനി അടുത്ത് എന്താണ് വേണ്ടത്? FW വേണം. ഓക്കെ, സോ ലിമിറ്റിംഗ് ലോഡ് ഫാക്ടർ ഫോർ VR FW = നമ്മൾ ഇക്വേഷനിൽ D1ൻ്റെ സ്ഥാനത്തിന് 80, ഫേസ് വിഡ്ത്തിൻ്റെ സ്ഥാനത്തിന് 19, Q നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1.6, K കണ്ടുപിടിച്ചു 0.6474, ബീറ്റ നമുക്കറിയാം 45. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 3.14 kN എന്ന് കിട്ടും. ഓക്കെ, 3.14 kN എന്ന് കിട്ടി. ഇനി നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ തന്നേക്കുന്ന അല്ലെങ്കിൽ FD വാല്യൂവും അതല്ലെങ്കിൽ FW വാല്യൂവും ചെക്ക് ചെയ്യുക. FW വാല്യൂ ആണ് ഹൈ എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഡിസൈൻ ഈസ് സേഫ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. സ്റ്റെപ്പ് 9 എന്ന് പറയുന്നത് ഗിയർ ടൂത്ത് ലോഡാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ പേജ് 211. ഓക്കെ, പേജ് 211 ഇക്വേഷൻ 12.21 അല്ലേ? ഇക്വേഷൻ 12.21 നോക്കിക്കഴിഞ്ഞാൽ ആക്സിയൽ ത്രസ്റ്റ് FA = FT tan β എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ആക്ച്വൽ ത്രസ്റ്റ് FA = FT tan β, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു FTയുടെ വാല്യൂ നമുക്കറിയാം, tan β നമുക്കറിയാം, ബീറ്റയുടെ ഇവിടെ 45 കൊടുത്തു. ദെൻ ആക്സിയൽ ത്രസ്റ്റ് = എത്ര വരും? അല്ലെങ്കിൽ ഗിയർ ടൂത്തിലോട് എത്ര വരും? 358 N എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 9 സ്റ്റെപ്പുകളാണ് നമ്മളെ ഈ ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഹെലിക്കൽ ഗിയറിൻ്റെ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പർ ഗിയറിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതാണ്, ഏതാണ്? നമ്പർ ഓഫ് ടീത്ത്, വിർച്വൽ നമ്പർ ഓഫ് ടീത്തുള്ള വ്യത്യാസമാണ്. അതായത് സിഗ്മ E1 Z E1 Z E2. ബാക്കി പിച്ച് ലൈൻ സർക്കിളിൻ്റെ സെയിം തന്നെയാണ്. തേർഡ് സ്റ്റെപ്പ് പിച്ച് ലൈൻ വെലോസിറ്റിയും സെയിം ആണ്. പക്ഷേ അവിടെ അഡീഷണൽ ആയിട്ടുള്ളത് വെലോസിറ്റി ഫാക്ടറാണ്. അവിടെ ഡയമീറ്റർ നോൺ ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടി വരും. ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ CV = 0.5 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ഫോർത്ത് സ്റ്റെപ്പും യാതൊരു ഡൗട്ടും ഇല്ല അല്ലെങ്കിൽ വ്യത്യാസമില്ല. സ്പർ ഗിയറിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെ, ഐഡൻറ്റിഫൈ വീക്കർ പാർട്ട്. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിൽ വ്യത്യാസമുണ്ട്. മൊഡ്യൂളിന് പകരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോർമൽ മൊഡ്യൂളാണ്. അതേപോലെ തന്നെ അവിടെ ഫേസ് വിഡ്ത്തും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിസൈൻ സ്ട്രെസ്സും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിക്സ്ത് സ്റ്റെപ്പ് വ്യത്യാസമൊന്നുമില്ല, ഡൈനാമിക് ലോഡാണ്. പിന്നെ ഉള്ളത് ഈ പറയുന്ന എൻഡ്യൂറൻസ് ചെക്ക്, വിയർ ചെക്ക്, അതേപോലെ ഗിയർ ടൂത്ത് ലോഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനിയും നമുക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ലാർജ് പ്രോബ്ലം ആയിട്ട് തോന്നും അല്ലേ? അപ്പം കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല, ഇത് ശരിക്കും ഒരു ലാർജ് പ്രോബ്ലം തന്നെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം തന്നെ. പക്ഷേ നമുക്ക് എല്ലാ വാല്യൂസും ഇതിനകത്തുള്ളതാണ്. പുതുതായിട്ടൊന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ഇക്വേഷൻസും വാല്യൂസും എല്ലാം നമ്മൾ ഡേറ്റാ ബുക്കിലുണ്ട്. ജസ്റ്റ് അതൊന്ന് നമ്മൾ ഡേറ്റാ ബുക്ക് ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ നോക്കി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പഠിക്കുക. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ ഡയമെൻഷൻസ് കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഡയമെൻഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ. പേജ് നമ്പർ 229 നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇല്ലേ? മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ പ്രോബ്ലത്തിലാകുമ്പോൾ എമ്മിന് വേറെ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? Nൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെടുത്ത് ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ അതൊന്ന് കണ്ടുപിടിച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ഒരു ഹെലിക്കൽ ഗിയറിൽ ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്യാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മൾ ഇതിനൊരു ടൈപ്പ് 2 കൂടെ ഉണ്ട്. ഓക്കെ, ആ 2 എങ്ങനെയാണെന്ന് പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ നമ്മൾ പറഞ്ഞു അല്ലേ, ടൈപ്പ് 1 എന്താണ്? നോൺ ഡയാമീറ്റർ ആണ്. അപ്പോൾ ടൈപ്പ് 2 എന്ന് പറയുന്നത് അൺനോൺ ഡയാമീറ്റർ ആണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത് അടുത്തൊരു പ്രോബ്ലമായിട്ട് പ്രോബ്ലം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ പറയുകയാണ്. ഇപ്പോൾ ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 മീൻസ് പ്രോബ്ലം ബേസ്ഡ് ഓൺ അൺനോൺ ഡയമീറ്റർ. അതായത് ഡയമീറ്റർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 4 വരെ നോ ചേഞ്ച് എന്നാണ് പറയുന്നത്. അതായത്
നമ്മുടെ ഡിസൈൻ സ്റ്റെപ്പിൽ ദാണ്ട് ഈ സ്റ്റെപ്പ് നമ്മളിപ്പം കണ്ടുപിടിച്ച പ്രോബ്ലമായിട്ട് നോക്കുമ്പം ഒരു പ്രശ്നമില്ല, അതേപോലെ കണ്ടുപിടിച്ചാൽ മതി. സ്റ്റെപ്പ് 2 ഒന്നുമില്ല, അതേ പ്രൊസീജിയർ. സ്റ്റെപ്പ് 3 അതേ പ്രൊസീജിയർ. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡയമീറ്റർ അൺനോൺ ആയതുകൊണ്ട് എന്താണ് CV = 0.5 ആയിട്ട് നമ്മളവിടെ അസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളവിടെ എടുക്കുകയാണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 വ്യത്യാസമൊന്നുമില്ല. ഐഡൻറ്റിഫൈ വീക്കർ പാർട്ട് ഏതാണെന്ന് വെച്ചാൽ മെറ്റീരിയൽ സെയിം ആണെങ്കിൽ പിന്നെയും വീക്കർ പാർട്ടായിട്ട് എടുക്കുന്നു, സെയിം അല്ലെങ്കിൽ സിഗ്മ D1/1 വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ എന്തായാലും ആ സ്റ്റെപ്പിന് വലിയ വ്യത്യാസമൊന്നുമില്ല, പ്രൊസീജിയറെല്ലാം സെയിം തന്നെ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നോർമൽ മൊഡ്യൂൾ MN കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ ഇക്വേഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. പേജ് നമ്പർ 214 ഇക്വേഷൻ 12.24b. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എടുത്തത് അല്ലേ. പക്ഷേ ഈ ഡയമീറ്റർ അൺനോൺ ആണുള്ള കേസിൻ്റെ ടൈപ്പ്, അതായത് ടൈപ്പ് 2 പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 2mdCW cos β / സിഗ്മ d CV KYZ raised to 1/3 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ആ 1/3ക്ക് വരെ ഇവിടെ എന്തെടുത്തു? ക്യൂബിക് റൂട്ടായിട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ആ MD എങ്ങനെ കണ്ടുപിടിക്കാം? MD കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം P = 2π/NT/60 ആണല്ലേ. ആ 2πNT ടോർക്ക് തന്നെയാണെന്ന് പറയുന്നത് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? MDയുടെ വാല്യൂ കിട്ടും. ഓക്കെ, വെലോസിറ്റി ഫാക്ടർ നമ്മൾ പറഞ്ഞു CV = എന്താണ് 0.5 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അല്ലേ. അങ്ങനെയല്ലേ പറഞ്ഞത്? 0.5 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, കാരണം എന്താ? ഡയമീറ്റർ അൺനോൺ ആണ്. ഇനി വേണ്ട ഫോം ഫാക്ടർ y = π/y നമുക്കറിയാം ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ലൂയിസ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് ലൂയിസ് ഫോം ഫാക്ടർ ഫോർ വീക്കസ്റ്റ് പാർട്ട് ബട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ZE വാല്യൂ ഓഫ് വീക്കർ പാർട്ട് ഇൻ ലൂയിസ് ഫോം ഫാക്ടർ ഇക്വേഷൻ. അതായത് പേജ് 204 ഇക്വേഷൻ 12.5 അല്ലേ. ഇക്വേഷൻ 12.5 എടുക്കുക. 5 ലൂയിസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല. y = ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ആ ഇസഡിന് പകരം അവിടെ എന്ത് വാല്യൂ കൊടുക്കണം? ഇസഡിന് പകരം ZEയുടെ വാല്യൂ ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതിൽ തന്നെ വരുന്നതാണ്, അതായത് 5th സ്റ്റെപ്പിൽ തന്നെ വരുന്നതാണ് നമ്പർ ഓഫ് ടീത്ത് ഓഫ് വീക്കർ പാർട്ട്. വീക്കർ പാർട്ട് ഏതാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് ടീത്ത് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം മൊഡ്യൂൾ നോർമൽ മൊഡ്യൂൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് പിച്ച് സർക്കിൾ ഡയാമീറ്റർ ഓഫ് പിനിയൻ ആൻഡ് ഗിയർ. അതായത് ഗിയറിൻ്റെയും പിനിയൻ്റെയും പിച്ച് സർക്കിൾ ഡയാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, കാരണം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അൺനോൺ ആണ്, അതുകൊണ്ട് നമ്മളിവിടെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷനുണ്ട് പേജ് നമ്പർ 211 ഇക്വേഷൻ 12.19e അല്ലേ. 12.19eയിൽ എന്താണ്ടേ ഈ ഒരു ഇക്വേഷൻ അവിടെ കിടപ്പുണ്ട്. Z = എന്താണ്? Z അല്ലല്ലോ, 2.19b അല്ലേ. 19e ആണ്, D അല്ല, 19e ആണ്. അതിൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ D = ZMN / cos β എന്നൊരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ D1 പിനിയൻ്റെ കേസിലാകുമ്പോൾ D1 which is equal to MN Z1 cos β, ഗിയറിൻ്റെ കേസിലാണ് D2 MN Z2 cos β. ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ആ ഇക്വേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്തത് ചെക്ക് ഫേസ് വിഡ്ത്ത് ആണ്. ഫേസ് വിഡ്ത്ത് ബിയും അതേപോലെ തന്നെ സിഗ്മ ഡിയും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ തന്നെ, അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ വലിയ വ്യത്യാസങ്ങളില്ല. എങ്കിലും അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ FTയുടെ ഇക്വേഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. പേജ് നമ്പർ 206 FT = 2md/dy എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ 2md/d × CS എന്ന് കൂടെ ഉണ്ട്, ഒരു അഡീഷണൽ കൂടെ ചേർത്തേക്കണം. അത് നമ്മൾ ഡേറ്റാ ബുക്കിൽ എഴുതണ്ട, കാരണം എഴുതുന്നെങ്കിലും പെൻസിൽ കൊണ്ട് എഴുതി ഇട്ടേക്കുക. പേജ് 206 ഇക്വേഷൻ 12.8aയിൽ ഒരു CS കൂടെ അഡീഷണൽ ഉണ്ട്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 6 to സ്റ്റെപ്പ് 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ചേഞ്ച്. അതായത് സ്റ്റെപ്പ് 6 മുതൽ 9 വരെയുള്ള സ്റ്റെപ്പുകളിൽ, അതായത് കാൽക്കുലേറ്റ് ഡൈനാമിക് ലോഡ്, ചെക്ക് ഫോർ എൻജുറൻസ്, ചെക്ക് ഫോർ വിയർ, കാൽക്കുലേറ്റ് ഗിയർ ടൂത്ത് ലോഡ്, ഇതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് മാറ്റം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് 5 മാത്രമേ നമുക്ക് വലിയൊരു
വ്യത്യാസം വരുന്നുള്ളൂ ഇല്ലേ? 5 മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റെപ്പ് 1 to 4 സെയിം പ്രൊസീജിയർ തന്നെ, അതേപോലെ 6 to 9 സെയിം തന്നെ. പക്ഷേ 5 കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇക്വേഷനുകൾ മാത്രം മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തിൽ, അതായത് ഹെലിക്കൽ ഗിയറിൻ്റെ കേസിൽ 2 ടൈപ്പ് പ്രോബ്ലമാണുള്ളത്. ഒന്ന് നോൺ ഡയാമീറ്റർ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസൈൻ ഓഫ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്ന 9 പ്രൊസീജിയർ അതേപോലെ ഫോളോ ചെയ്യുക, അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്നത് അൺനോൺ ഡയാമീറ്റർ, അതായത് ഡയാമീറ്റർ തരാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റെപ്പ് 1 to 4 ചേഞ്ച് ഇല്ല, സ്റ്റെപ്പ് 5 കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അത് ആ ഇക്വേഷൻസ് ഒക്കെ നോക്കി പഠിക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് 6 to 9 യാതൊരു ചേഞ്ചും ഇല്ല. 6 to 9 നോ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും, എന്താണ് മറ്റേ പ്രോബ്ലത്തിൽ നിന്നുള്ള വ്യത്യാസമെന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നോക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.